നമ്മൾ തീരുമാനിക്കുക നമുക്ക് എന്ത് വൈബ് വേണമെന്നില്ല, നമ്മൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത്. നമ്മൾ ഈ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴും അല്ലാതെ പോകുമ്പോഴൊക്കെ നമുക്ക് ബാഡായിട്ടുള്ള കുറച്ച്, അതായത് നിങ്ങളിപ്പം ഋതിക പറഞ്ഞു എൻ്റെ ഫസ്റ്റ് സീരിയൽ അല്ലായിരുന്നു. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു? 2019 ഏഡിയൻ എന്ന് പറയുന്ന ഏഡിയൻ ഗോൾഡ് എന്ന് പറയുന്ന ചാനലിൽ അരുന്ധതി പ്രൊഡക്ഷൻസ്, അതിലായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ ആയിട്ട് എന്നെ എൻ്റർ ചെയ്തത് ഫീൽഡിൽ. അതൊരു കോവിഡിന് ജസ്റ്റ് ബിഫോർ ആ ഒരു ടൈമായിരുന്നു. കോവിഡ് വന്നു അതിനുശേഷം ഇതേ ടീം കൃഷ്ണ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ചെയ്തത്. മഴൽ മനോരമയിൽ എന്നും സംബന്ധത്തിൽ നെഗറ്റീവ് ലീഡായിട്ട് പിന്നെ കയറി. ആഷിമ എന്ന് പറയുന്ന ക്യാരക്ടർ, അത് നെഗറ്റീവ് ലീഡാണ്. അതിൽ ഇതുപോലെ തെറിവിളിയാണ് കമൻറ്റ്. അതെ, സ്വാഭാവികമായിട്ടും. അപ്പം അതിനുശേഷം സൂര്യ ടി വി ചെയ്തു, പിന്നെ ഏഷ്യനെറ്റിൽ തന്നെ അമ്മ അറിയാതെ ചെയ്തു. പിന്നെ ഐ ടുക്ക് എ ബ്രേക്ക് ഫോർ സ്റ്റഡീസ്. പഠിത്തത്തിന് വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം തിരിച്ച് കംബാക്കാണ് മൗനരാഗം. പഠിത്തത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണോ ചെയ്യുക? സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഡെഡിക്കേഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ? ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് വി ലവ് ആൻഡ് ഡു ദ തിങ്, അതാണ് ഡെഡിക്കേഷൻ. ഇൻവെസ്റ്റ് നമുക്ക് ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞിടുന്നത്. ഓ അങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റൂ, പൈസ ഇട്ടേ പറ്റൂ, ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇഷ്ടം കൊണ്ടാണ്, പക്ഷെ എന്നാലും മറ്റത് അതുപോലെയല്ല. അതാ ചോദിച്ചത്. ഈ ഇതിനകത്ത് സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പോലും ഒരു സെഗ്മെന്റ് ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാര്യം ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ചെയ്യുന്നതാണ്. ആരെങ്കിലും വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് ഇപ്പൊ എല്ലാ ചാനൽസിലും വരുന്നുണ്ട്, ഞാനിതിൽ കൊണ്ടുവരാതിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കൊടുക്കാന്ന് വിചാരിച്ചു. ഈ സീരിയലില് ഇപ്പം മൗനരാഗത്തില് ഏറ്റവും കൂടുതൽ പണി തരാൻ പറഞ്ഞിട്ടുള്ള ആളാണ് കിരൺ. നമുക്ക് കിരണിനെ വിളിച്ചിട്ട് ഒരു സഹായം ചോദിച്ചാലോ? എന്തെങ്കിലും ഒരു സഹായം. ഇപ്പം നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നു, അവർ എടുക്കാതെ പോയി. ഞാൻ പറഞ്ഞു വിട്ടതാണ്, എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല, കാര്യം എനിക്ക് ഡാൻസ് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ ചേട്ടൻ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഒന്ന് കൺവിൻസ് ചെയ്യും. അവരിവിടെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു പറയാം. എനിക്ക് പോകണമെന്ന രീതിയിലല്ല പറഞ്ഞു. അവർ ഇത്രയും നേരം വന്നിട്ട് ക്യാമറ പോലും സെറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ചിരിക്കല്ലേ, ലൗഡ് സ്പീക്കർ മൈക്കിൻ്റെ അടുത്തോട്ട് വെച്ചോണേ. കിരൺ എടുക്കുമെന്ന് അറിയില്ല, ലൊക്കേഷനിലാണ്. ചേട്ടാ ഫ്രീ ആണോ? ചെറിയൊരു സീനുണ്ടേ. ഹലോ, ചെറിയൊരു സീനുണ്ടേ. അവർ വന്നപ്പോൾ വിളിച്ചായിരുന്നല്ലോ, എനിക്ക് 3 മണിക്ക് പോകണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേറ്റ് ആവില്ലേന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്തും ഞാൻ ഇൻഫർമേഷൻ കൊടുത്തതാണ്. അപ്പം അവരിവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ തുടങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവരിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് ഇത് കുറേ സമയമായി. ആ ചേട്ടനാണെങ്കിൽ പട്ടിച്ചു കണ്ടപ്പോൾ തന്നെ ഒടുക്കത്തെ ചാട. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്ക് 3 മണിക്ക് പോണമെന്ന്. ചേട്ടനൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഹലോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ചേട്ടൻ വിളിക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഭയങ്കര പ്രശ്നം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ തന്നെ പറയണം, ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം പറ. ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഒന്നല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണം. ഇത് മനസ്സിലാവൂല്ല, എനിക്ക് പോണ്ടേ. പിന്നെ അപ്പൊ ഞാനാണോ കുഴപ്പക്കാരി ഇപ്പം? ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് 3 മണിക്ക് എനിക്ക് പോകണം എന്നുള്ളത്. അപ്പൊ സമയം ഇത്രയും ലേറ്റ് ആയി, സ്റ്റിൽ ഇവരോട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വിടട്ടെ. കിരണാണോ? ഒന്ന് തരുമോ കിരണേ? എടാ, ഞാൻ പട്ടിഷോ കാണിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് പുള്ളിക്കാരി മുടിഞ്ഞ ചാട, ഞാൻ ഡാൻസറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഭരതനാട്യത്തിൽ എന്താണ്ട് കപ്പങ്ങാട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് നീ എന്ത് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? സീരിയസ്ലി പറയാണ്. കാര്യം പുള്ളിക്കാരി പറ്റില്ല എന്നാ പറഞ്ഞു. ഞങ്ങൾ 2 ക്യാമറ എടുത്ത് വെച്ചിട്ട് ഇരിക്കുക, പറ്റില്ല എന്ന് പറയുന്നത്. എന്താ വേണ്ടേ? ഞാൻ കൊടുക്കട്ടെ, നീ ഒന്ന് സംസാരിക്കോ? കൊടുക്കട്ടെ. ആ ഇതിലിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയേണ്ട ഒരു ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങൾ എന്റെ അടുത്ത് ഒരാളെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ അവളെ കണക്ട് ചെയ്തു തന്നു. പക്ഷെ ഇങ്ങനെ ഒരാളെ വേണ്ടായിരുന്നടാ. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിട്ട് പറയും. നീ പറഞ്ഞത് പുള്ളിക്കാരി പാവമാണ് അങ്ങനെ വന്നല്ലോ പറഞ്ഞേ. അല്ല, എനിക്കറിയാന്നുള്ള വ്യക്തിക്ക് പാവമാണ്. ഞാൻ കൊടുക്കാം, പുള്ളിക്കാരുടെ കൊടുക്കാം. ഒന്ന് സംസാരിച്ചു നോക്ക്.
ഇങ്ങോട്ട് വരാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാവും. നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? ഈ ലൊക്കേഷനിൽ ഞാൻ എങ്ങനെ ഇറങ്ങി വരാനാണ്? ഷൂട്ടിനിടെ നിനക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നിനക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെ നിങ്ങളല്ലേ എനിക്കിത് സെറ്റാക്കി തന്നെ, നിങ്ങളെ ഉത്തരവാദിത്തമല്ലേ? സെറ്റാക്കി തന്നോന്ന് പറഞ്ഞ് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് നീ പറയണേ? സി അപ്പൊ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പോലും പറഞ്ഞു തരാൻ പറ്റുന്നില്ല, ഇത്ര ഉള്ളോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത്? എന്റെ ദൈവം, നീ എന്തൊക്കെയാ പറയണേ? ഒരു സൊല്യൂഷൻ പറ, ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിന്. ഇവിടെ നിന്റെ വീട്ടിലാ? പിന്നെ ദുബായിലോട്ട് വരാനാണോ പറഞ്ഞത്? ഇല്ല, എനിക്ക് അറിഞ്ഞോളൂ, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇങ്ങനെ അടുത്ത് വാശി പിടിക്കല്ലേ കേട്ടാ. നീ ആദ്യം കുറച്ചൊക്കെ നീ കുറച്ച് ഇങ്ങനെ ചരടി ശരി പെരുമാറേ, നീ കുറച്ച് വിവേകത്തോടെ പെരുമാറിക്കേ. ചുമ്മാ നടന്ന് നീ സാർ വേണം എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ, നിനക്കല്ലേ ഗുണമുള്ളത്. സി ഗീവ് ആൻഡ് ടേക്ക് അല്ലേ, എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണ് എനിക്ക് അതുപോലെ തിരിച്ചു പെരുമാറാൻ പറ്റുമോ? നിങ്ങൾ ഷൗട്ട് ചെയ്യും, ഞാൻ ഷൗട്ട് ചെയ്യും. ഞാനൊന്ന് ഷൗട്ട് ചെയ്തില്ലടാ, ചുമ്മാ പറയുക കേട്ടോ, ഞാനൊന്ന് ഷൗട്ട് ചെയ്തില്ല കിരണേ, ചുമ്മാ നടന്ന് പറയുക. അതെ ചേട്ടാ, നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് അവളുടെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എടാ ഞാൻ ഷൗട്ട് ചെയ്തില്ലെന്ന് ചോദിച്ചു നോക്കി, ഞാൻ ഷൗട്ട് ചെയ്തില്ല. ഞാൻ നിങ്ങളെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടത്, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ് ഫീൽ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക്. അതിന് ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യൻ തന്നെ. നീ മതിയടാ, നിർത്തടാ നിന്റെ പ്രാങ്ക്, ഞാൻ കൊടുക്കാം, നിനക്ക് തന്ന പ്രാങ്ക് കേട്ടോ. എടാ ദുഷ്ടാ, ഞാൻ പേടിച്ചേ ഭഗവാനെ, എനിക്കോ ഞങ്ങളിത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച്. എന്നോടിലേക്ക് ഇവിടെ ഞാൻ ഭയങ്കര അഭിനയം എനിക്ക് ചിരി സഹിക്കാം. ഇവിടെ കിടന്ന് മെഴുകുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞത് എനിക്ക് എന്ത് വരണമെന്നില്ല. ഞാൻ പ്ലാൻ ചെയ്യാൻ പറഞ്ഞത് തന്നെ ഞാൻ ശരിക്കും ഇനി അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെ ഒരാളെ പ്രാങ്ക് ചെയ്തത് എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്കോ അറിയില്ലെന്നോ? കിരണേ, നമുക്ക് നേരിട്ട് കാണാം. ആ ലൊക്കേഷൻ ഇട്ടാ, ദീപുചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ടാരേ കേട്ടോ. ഓക്കേടാ, ബൈ ബൈ. ഇതല്ല തരായിരുന്നേ, ഒന്ന് കരയിക്കാൻ വേണ്ടി. അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇന്റർവ്യൂല് വേണ്ടേ? എന്തായാലും ഒന്ന് ചിരിച്ച കുഴപ്പമില്ല, എപ്പോഴും നല്ലത് ഇതിന്. അപ്പൊ പറയാൻ വന്നത്, നമ്മള് ചില ഫ്രണ്ട്സിനെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ വരാതിരിക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്, സമയത്തിന് ഉതകാത്ത അല്ലെങ്കിൽ സമയത്തിന് ഹെൽപ്ഫുൾ ആവാത്ത ഫ്രണ്ട്സുകളുണ്ട്. അങ്ങനെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? അതേ ഉള്ളൂ വേണമെങ്കിൽ പറയാം. സീരിയസ്ലി എന്റെ സർക്കിളിലെ ഫ്രണ്ട്സ് വളരെ കുറവാണ്. എന്നോട് അമ്മ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ അമ്മോ, ഫ്രണ്ട്സ് ഇല്ലേന്ന് ചോദിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, കറക്റ്റ് സിറ്റുവേഷൻ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന പലവരും വരാതെ, ഞാൻ വിചാരിക്കാത്ത ആൾക്കാരാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. മെയിൻലി ഞാനിപ്പോൾ കോളേജിൽ പോയി പഠിച്ചു അങ്ങനത്തെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലുള്ള. ഞാൻ ഈ ഓൺലൈൻ വഴി മീറ്റ് ചെയ്ത് എൻ്റെ ഫാമിലി പോലെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ 2-3 പേര് ലൈഫിൽ ഇപ്പോഴും ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാത്രി എന്തെങ്കിലും എമർജൻസി വന്നാൽ സ്പോട്ടിൽ ഇവിടെ എത്തും. എല്ലാവരും വരും.